എവരിവൺ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ കാണുന്ന ഒരു ഘടകമാണ് SLCയും +2 എക്സാമിനേഷൻ എന്ന് പറയുന്നത്. +2 എന്ന് പറയുന്നത് SLCനെക്കാട്ടും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ നമ്മൾ എന്ത് എടുക്കണം എന്ന് നമ്മൾക്ക് തീരുമാനിക്കുന്നത് +2ലെ മാർക്ക് അനുസരിച്ചിട്ടാണ് അല്ലെ. 10th മാർക്ക് ഉണ്ട്, പക്ഷെ എന്നിരുന്നാൽ കൂടി അത് +2 എത്തുമ്പോ നമ്മളിപ്പോ സയൻസ് എടുക്കണം, നമുക്ക് ഓപ്റ്റ് ചെയ്യാലോ, ഹ്യൂമാനിറ്റീസ് എടുക്കണം, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കണം, സൈക്കോളജി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം, കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം മേഖലകളുണ്ട്. അപ്പം ഇതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് എന്താണോ വാങ്ങിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പം ഒരാൾക്ക് ഡോക്ടർ ആവണം, ചിലർക്ക് CAക്ക് പോകണം, ചിലർക്ക് ഒപ്റ്റോമെട്രി ചെയ്യണം, അങ്ങനത്തെ പലതരം സ്വപ്നങ്ങളോട് കൂടിയായിരിക്കും +2ലെ കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതും പഠിക്കുന്നതും. അപ്പൊ സയൻസ് എടുത്തവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാനിപ്പോ ചെയ്യുന്നത്. സുവോളജി ക്ലാസ് ലെസൺസ് ഞാൻ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് കാണുക, നിങ്ങൾ എങ്ങനെയുണ്ട്, നമ്മുടെ ക്ലാസ് എങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടോ എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക. ഐ വിൽ ബി ടേക്കിംഗ് വൺസ് അഗെയിൻ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിപ്രൊഡക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ എന്നാണ്. റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളത് ആദ്യമേ അറിയണം. അത് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ സ്റ്റേജസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. റീപ്രൊഡക്ഷൻ എന്താണ് മക്കളെ? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്രൊഡക്ഷൻ സംഭവിച്ചേ പറ്റുള്ളൂ. അതിപ്പോ പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ലിവിങ് ഓർഗാനിസം, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന് വംശനാശം സംഭവിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു കുഞ്ഞു ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് എല്ലാം നടക്കുന്നത് അത് അതിൻ്റെതായിട്ടുള്ള റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നതോടു കൂടിയാണ്. അപ്പോ ഈ റീപ്രൊഡക്ഷൻ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനുമാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സിൽ സംഭവിക്കുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ സംഭവിക്കുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് സെക്ഷലി അല്ലാതെ സംഭവിക്കുന്നതാണ്. അത് ബോട്ടണി പഠിക്കുന്നവർ കൂടുതലായിട്ട് പഠിക്കും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ ആയതുകൊണ്ട് അതിനെ കൂടുതലായിട്ട് നമുക്ക് കേന്ദ്രീകരിച്ച് പഠിക്കാം. സോ സെക്ഷലി റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഹ്യൂമൻസിലാണ്, ആനിമൽസിലും. സോ ദാറ്റ്സ് വാട്ട് വി ക്യാൻ സേ ഇറ്റ് ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ ഹ്യൂമൻ റിപ്രൊഡക്ഷന്റെ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമറ്റോജെനസിസ് ആണ്. ഗാമറ്റോജെനസിസ്. ഈ ഗാമറ്റോജെനസിസ് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നും, എന്നാലും പറയാം. ഗാമറ്റോജെനസിസ് മീൻസ്, നിങ്ങൾ മലയാളീകരിച്ച് നോക്കിക്കേ, ഗമേറ്റോജെനസിസ്, ഗമേറ്റ് ജനിക്കുന്നു എന്ന് ഓർത്ത് നോക്ക്, ഗമേറ്റ് ജനിക്കുന്നു. സോ ഗമറ്റോജെനസിസ് അപ്പൊ തന്നെ ഓർക്കുക, ഗമേറ്റ്സ് ഫോം ചെയ്യുന്നതാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ മെയിലാണെങ്കിൽ ഏതാണ് ഗമേറ്റ് എന്ന് പറയുന്നത്? സ്പേം ആണ്. എന്താണ്? സ്പേം ആണ് മെയിലിൽ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ എന്താണ് ഫോം ചെയ്യുന്നത്? ഓവുമാണ് ഫീമെയിലിൽ ഫോം ചെയ്യുന്നത്. സോ ഗമറ്റോജെനസിസ്, ഗമേറ്റ് ജനിച്ചു, ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്, sperm and ovum. മനസ്സിലായോ? That's what the first point, the first stage of human reproduction, അതായത് stages, first stage of human reproduction is gametogenesis, formation of gametes. ഫീമെയിലും മെയിലും, അതില് മെയിലില് സ്പേം ഫോം ചെയ്യുന്നു, ഫീമെയിലില് ഓവം ഫോം ചെയ്യുന്നു. അപ്പൊ ഗാമറ്റോജെനസിസ് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസിമിനേഷൻ ആണ്. ഇൻസിമിനേഷൻ. അപ്പൊ എന്താണ് ഇൻസിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് സ്പേം മെയിൽ ഗമേറ്റ് ആയിട്ടുള്ള സ്പേം ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ടിലേക്ക് പോകുന്നതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു സെക്ഷൽ പ്രോസസ് ആണ്. That you all know, right? You all are matured, that you all know everything. So അപ്പൊ ഒരു ജെനിറ്റൽ ട്രാക്ടിലേക്ക്, അതായത് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ടിലേക്ക് മെയിലിലെ
ഗമേറ്റ് ആയിട്ടുള്ള സ്പേം ട്രാൻസ്ഫർ ആകുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. This was the second stage of human reproduction. So, നമ്മുടെ third stage, എന്താണ് third stage? That is fertilization. Fertilization ആണ് നമ്മുടെ third stage എന്ന് പറയുന്നത്. അപ്പോൾ first stage എന്തായിരുന്നു? Gametogenesis, gametes ജനിച്ചു. And the second one what? Second one is insemination. And third one is insemination means എന്താണ്? Transfer of sperm into female genital tract. Transfer of spermനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. And the third one is fertilization. Fertilization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ fusion of male gamete and female gamete and the formation of zygote is what? Fertilization. എന്താണ്? Fusion of male gamete and female gamete. Female gamete, male gamete എന്താണ്? Sperm with ovum. Sperm with ovum. ആ രണ്ട് ഗമേറ്റ്സും കൂടി ഫ്യൂസ്ഡ് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. So we can say it as what? Fertilization. This is the third stage of human reproduction. The fourth stage is blastulation. നമ്മൾക്ക് ഈ ടേംസ് ഒക്കെ കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതിനകത്തൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇത് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ നമ്മൾ നേരത്തെ എന്താണ്? സൈഗോട്ട് ഫോം ചെയ്തു അല്ലെ? ഇനി ഈ സൈഗോട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്ത് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. ഈ സൈഗോട്ട് വീണ്ടും എന്താണ്? ഡെവലപ്പ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സംഭവമായിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നറിയോ? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് യൂട്രസിലെ സെൽവാളുമായിട്ട്, യൂട്ടേറിയൻ സെൽവാളുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഇതെല്ലാം സെക്ഷലി നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഉള്ളില് നടക്കുന്ന പ്രോസസ്സാണ് ഇത്. So what I told you, that is blastulation. എന്താണ് ബ്ലാസ്റ്റുലേഷൻ? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകും. എങ്ങനെ ഉണ്ടാവുന്നത്? ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ്. അതായത് സൈഗോട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് പോയി ബ്ലാസ്റ്റോസിസ്റ്റ് ആയി. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യും? ഈ സെൽ വാളിൽ എന്തിന്റെ സെൽ വാളിലാണ് പോകുന്നത്? യൂട്രസിലുള്ള യൂട്ടേറിയൻ വാൾസില്, യൂട്രസിലുള്ള സെൽ വാളിൽ പോയിട്ട് ഇത് അറ്റാച്ച് ചെയ്യും. That's what we can say it as blastulation. ഇടയിൽ ഞാൻ ഇംപ്ലാന്റേഷനും കൂടി പറഞ്ഞു പോയി. അതായത് ഫ്ലോയില് വന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു പോയത്. സോ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തതാണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പോയി അഞ്ചാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ നടക്കുന്നു. അവിടെ ഇംപ്ലാന്റേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. ബ്ലാസ്റ്റോസിസ്റ്റ് പോയി സെൽ വാൾ, എന്തിന്റെ സെൽ വാളിലാണ് പോയി അറ്റാച്ച് ചെയ്യുന്നത്? പറയും നിങ്ങള്. യൂട്രസിലെ യൂട്ടേറിയൻ സെൽ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ പറയുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താണ്? ഇംപ്ലാന്റേഷൻ. അപ്പൊ ഇവിടം വരെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ആദ്യം തന്നെ എന്ത് ചെയ്തു? ഗമറ്റോജെനിസിസ് ഉണ്ടായി. ഗമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗമേറ്റ്സ് ജനിച്ചു, ഗമേറ്റ്സ് ഫോം ചെയ്തു. അങ്ങനെ ഗമേറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താണ്? ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ നടന്ന കാര്യം എന്താണ്? പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നു. ഫ്യൂഷൻ ഓഫ് മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ആൻഡ് ഫോം എന്താണ്? സൈഗോട്ട് ഫോം ചെയ്തു. ദെൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പിന്നെന്താ സംഭവിച്ചത്? നിങ്ങൾ തന്നെ പറയൂ. ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തു. ബ്ലാസ്റ്റുലേഷൻ സംഭവിച്ചു. ബ്ലാസ്റ്റുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങനെയാ ഉണ്ടായത്? ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റ് സംഭവിച്ചത്. ബ്ലാസ്റ്റോസിസ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്താ നെക്സ്റ്റ് ഉണ്ടായത്?
ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് നേരെ പോയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സെൽ വോൾ. ഏത് സെൽ വോളിലേക്ക്? യൂട്രസിലുള്ള യൂട്ടേറിയൻ സെൽ വോളിലേക്കാണ് ഇത് പോയി അറ്റാച്ച് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദാറ്റ്? ഗെസ്റ്റേഷൻ. ഗെസ്റ്റേഷൻ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു, ഈ പേരൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഗെസ്റ്റേഷൻ. ഗസ്റ്റ് വരുന്നു എന്നുള്ളതൊന്നും ഓർത്ത് നോക്ക്. ഗസ്റ്റ്, പുതിയതായിട്ട് ഒരാള് വരികയാണ്, ഗസ്റ്റ് വരുന്നു, അപ്പൊ ഗെസ്റ്റേഷൻ. അപ്പൊ എന്താണ്? എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റ്, അതായത് എംബ്രിയോ ഡെവലപ്പ് ചെയ്തു. സ്റ്റൊമക്കില്, ഫീമെയിൽ സ്റ്റൊമക്കില് എന്താണ്? എംബ്രിയോ ഡെവലപ്പ് ചെയ്തു. പിന്നെ പാസ്ചുറേഷൻ. പാസ്ചുറേഷനിലാണ് നെക്സ്റ്റ് വരുന്നത്. പാസ്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേബി, ഡെലിവറി ഓഫ് ബേബി. അപ്പൊ ഇത്രയും സ്റ്റേജസ് വളരെ സിമ്പിൾ ആണ്. അത്രയ്ക്കും ഒരു ടെൻഷനും അടിക്കേണ്ട, ഒരു രീതിയിലും ഡിഫിക്കൽട്ട് ആയിട്ട് കരുതും വേണ്ട. ഇതിൽ ഓരോ സ്റ്റേജസ് നിങ്ങൾ തിങ്ക് ചെയ്ത്, നിങ്ങൾ നിങ്ങളുടേതായ ക്രിയേറ്റീവ് ആയിട്ട് ഓരോന്ന് തിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലും യു വിൽ ബി ഗെറ്റിംഗ് ബെറ്റർ റിസൾട്ട്. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ചിൽഡ്രൻ.